ഹായ് മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മാത്സ് എക്സാം എല്ലാ കുട്ടികളും നന്നായിട്ട് എഴുതി, സന്തോഷം. ഇനി നമുക്ക് കെമിസ്ട്രി എക്സാം എങ്ങനെ മാക്സിമം അടിപൊളിയിൽ നമുക്ക് എഴുതാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം ഞാൻ സ്കൂൾ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു 2007 എൻ്റെ പ്ലസ് 1 കാലഘട്ടം. 2008 ഞാൻ പ്ലസ് 2 പാസ് ഔട്ട് ആവുന്നത്. സോ എന്റെ കാലഘട്ടത്തില് എനിക്ക് ഇംഗ്ലീഷ് ഞാൻ വളരെ വീക്കാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതിന്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്, എങ്ങനെ കെമിസ്ട്രി പഠിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളോട്. ഞാൻ വളരെ വീക്ക് ഇൻ ഇംഗ്ലീഷ് ആയിരുന്നു. അതായത് ഇംഗ്ലീഷിൽ സെന്റൻസ് മേക്ക് ചെയ്യുക, അതുപോലെ എന്താ പറയാ, ഇംഗ്ലീഷിൽ കുറച്ച് സ്റ്റോറി പോലെ എന്തെങ്കിലുമൊക്കെ എഴുതുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടഫുള്ള ഒരു ഏരിയ ആയിരുന്നു. എന്നാൽ മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നു, ഫിസിക്സ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സെന്റൻസ് മേക്ക് ചെയ്യുക, എഴുതുക എന്നുള്ളത് എന്താണ് വളരെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക്. സോ ആ കാലഘട്ടത്തിൽ എനിക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവത്തിൽ ഇംഗ്ലീഷ് ഞാൻ വളരെ വീക്കായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിലെ കടികെട്ടിയ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, നമ്മളൊരു എന്താ പറയാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്നില്ല. നമുക്ക് സിമ്പിൾ വേർഡ്സിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിലുള്ളത് പോലെ തന്നെ അതേ വേർഡ്സ് തന്നെ ഉപയോഗിക്കണം എന്നില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഓർമ്മ വരില്ല, ആ വേർഡ്സുകളൊന്നും. കാരണം നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുന്ന വേർഡ്സേ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡെഫിനിഷൻ എഴുതുക, ഇപ്പൊ ഒരു ഹെൻറീസ് ലോ, റോൾസ് ലോ ഒക്കെ ഡെഫിനിഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, 2008 എന്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ വളരെ വീക്ക് സ്റ്റുഡന്റുമാണ്. ഞാൻ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷിൽ A+ കാരനല്ല, പക്ഷേ കെമിസ്ട്രിയിലെ എന്റെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക്, എന്റെ പ്ലസ് 2 പ്രോഗ്രസ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്കോർ ചെയ്തത് കെമിസ്ട്രി സബ്ജക്റ്റിലാണ്. അപ്പൊ കെമിസ്ട്രി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കെമിസ്ട്രിയിലെ ടേമുകൾ, കോൺസെപ്റ്റുകൾ, കാരണം ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ കെമിസ്ട്രിയിൽ പറയുന്നുള്ളൂ, അല്ലേ? അപ്പോ ആ കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സിമ്പിൾ വേർഡ്സിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക. കടികട്ടിയ വേർഡ്സിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം നിങ്ങൾ സിമ്പിൾ വേർഡ്സിൽ കെമിസ്ട്രി പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എക്സാം മുകളിലും അതേ വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കെമിസ്ട്രി മാർക്ക് വാങ്ങിക്കുന്നോടത്ത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ടഫുള്ള വേർഡ്സ് ഉപയോഗിക്കാനും പാടില്ല. മനസ്സിലായ? ടഫുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഡെഫിനേഷൻ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഉള്ളത് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്. അത് ആർക്കേ പറ്റുള്ളൂ? ഏറ്റവും നല്ല ഇംഗ്ലീഷിൽ നല്ല നോളജുള്ള നല്ല പാണ്ഡിത്യമുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും, ആ വേർഡ്സുകളൊക്കെ ഏറെക്കുറെ ഓർമ്മ വന്നേക്കാം. സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേർഡ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ക്ലാസ് നോക്കാം എന്തായാലും. ഇനി നമുക്ക് എങ്ങനെയാണ് കെമിസ്ട്രിയിൽ സൊല്യൂഷനിൽ നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാം, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തരുന്ന ലൈക്കാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത്. മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഓക്കേടാ, ബേസിക്കലി സൊല്യൂഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അടിപൊളി ഇത് പഠിച്ചെടുക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നിങ്ങൾ നോക്കാം, കുറച്ച് ടേംസുകൾ ഉണ്ട്. ഇതൊന്നും കാണാപാഠം പഠിക്കണ്ട, ഞാൻ പറഞ്ഞേ. നമുക്ക് എക്സാമിന് പോകുമ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കണ്ടുള്ളൂ. നിങ്ങൾ ചുമ്മാ കംപ്ലീറ്റ് PDF നോട്ട് കംപ്ലീറ്റ് വാരി വലിച്ച് പഠിക്കരുത്. അതാണ് അബദ്ധം. എന്താണോ ആവശ്യം അത് മാത്രം പഠിച്ചു മതി. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായ? എല്ലാവരും വാട്ട് ഈസ് എന്താ പറയുക, കോൺസെൻട്രേഷൻ, വാട്ട് ഈസ് സോൾവെന്റ്, വാട്ട് ഈസ് സൊല്യൂട്ട്, അങ്ങനെ നിങ്ങൾ പഠിക്കാനേ പാടില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിന്റെ ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോൺസെൻട്രേഷൻ. നോർമലി കോൺസെൻട്രേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ലേശം ഉപ്പിട്ടു, നമ്മൾ അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് മധുരം ഇടാം, ഷുഗർ ഇടാം, എല്ലാവർക്കും ഇഷ്ടം അത് ഷുഗർ അല്ലേ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് എന്ത് ചെയ്യണം, പഞ്ചസാര ഇടുക, നമ്മൾ കുടിച്ചു നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് മധുരം ഉണ്ടായിരിക്കും. നല്ല ഹൈ ആയിട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ഒരു ടേബിൾ ടീസ്പൂണിന് പകരം ഒരു 10 ടേബിൾ ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മധുരം എന്ത് ചെയ്യും, വളരെ കൂടിയതായിട്ട് ഫീൽ ചെയ്യും. ആ വളരെ കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഗാഠത എന്നൊക്കെ പറയും. കോൺസെൻട്രേഷൻ ഭയങ്കര ഗാഠതയാണ്, ഭയങ്കര കോൺസെൻട്രേഷൻ ആണെന്ന് പറയില്ലേ, ഭയങ്കര കട്ടിപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര മധുരാണെന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺസെൻട്രേഷൻ എന്താണെന്ന് മനസ്സിൽ ഉണ്ടായാൽ മതി, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിട്ടുകളാം. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, സോൾവെന്റ് എന്ന് പറയുന്ന അടുത്ത ആൾ വരുന്നുണ്ട്. അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഇവരെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. ബേസിക്കലി അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഒട്ടുമിക്ക കുട്ടികൾക്കും. സോൾവെന്റ്, സൊല്യൂട്ട്. നിങ്ങൾ സോൾവെന്റ് സൊല്യൂട്ടും രണ്ടും മാറിപ്പോകരുത്. കാരണം നിങ്ങൾ സൊല്യൂട്ട് പഠിച്ചു വെച്ചാൽ മതി എന്ന് എന്റെ അഭിപ്രായം. സൊല്യൂട്ട് സാൾട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൊല്യൂട്ട് സൊല്യൂട്ട് സാൾട്ട് സാൾട്ട് സൊല്യൂട്ട് സാൾട്ട് സൊല്യൂട്ട് സാൾട്ട് കുറവുള്ളത് മനസ്സിലായി. നമ്മളിപ്പോ ഒരു ഉപ്പുവെള്ളം കലക്കുകയാണെങ്കിൽ ഉപ്പാവുമല്ലോ കുറവ്, അല്ലെ? വെള്ളം ആയിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക, അല്ലെ? നേരെ റിവേഴ്സ് നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഉൽപ്പന്നം, ഏറ്റവും കുറവുള്ള കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ കമ്പൈൻ ചെയ്യലാണ്. ഇപ്പൊ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാട്ടർ സൊല്യൂഷൻ ആയി, ഉപ്പ് വെള്ളത്തിന്റെ സൊല്യൂഷനായി. അപ്പൊ നോർമലി അതിൽ ഉപ്പ് എന്ന് പറയുന്ന, സോൾട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാ സൊല്യൂട്ടാണ്. ഏറ്റവും കൂടുതൽ വെള്ളമാണ്. അപ്പൊ നോർമലി നമ്മൾ അതിനെ വിളിക്കുന്നത് സോൾവെന്റ്. അപ്പൊ സിംപ്ലി അതിന്റെ ആവശ്യമുള്ള സോൾവെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക കൂടുതലുള്ളത്, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ളത്. അവിടെ അവസാനിപ്പിച്ചോളാം. നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ്? നമുക്കറിയാം, രണ്ട് പദാർത്ഥങ്ങൾ നോർമലി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രണ്ട് കമ്പോണന്റ് എന്നൊക്കെ പറയാം. രണ്ട് കമ്പോണന്റ് അല്ലെ? രണ്ട് കമ്പോണന്റുകൾ മിക്സ് ചെയ്യാം, വാട്ടറും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കലക്കുക. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വിളിക്കുന്നത് എന്താടാ? സൊല്യൂഷൻ എന്ന് വിളിക്കാം, അല്ലെ? ദ കമ്പോണന്റ് ഓഫ്. അപ്പൊ സൊല്യൂഷൻ ഡെഫിനിഷൻ എന്താ? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണന്റ്സ്, അല്ലെ? രണ്ട് കമ്പോണന്റ്സ് ഇല്ല, അതിലധികം കമ്പോണന്റ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യടാ? മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണ്ടടാ? കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലടാ. മനസ്സിലായി? ചുമ്മാ അതിങ്ങനെ എഴുതി പഠിക്കണ്ട. കാരണം അത് എക്സാമിന്റെ ക്വസ്റ്റ്യനേ അല്ല, പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യനേ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ലീവ് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കേടാ, അതുകൊണ്ട് ഞാൻ ഡെഫിനിഷൻ ഇവിടെ മേക്ക് ചെയ്യായിരുന്നത് കേട്ടാ, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. എടാ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യം നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യനിലോട്ടാ പോകുന്നത്. ബേസിക്കലി എടാ, ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ. അതൊക്കെ പറയാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം പറയാം. എടാ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹെൻറീസ് ലോ ആണ്. എക്സാമിന് പ്ലസ് ടുവിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. 50-50 ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ ഹെൻറീസ് ലോ ചോദിക്കും, അല്ലെങ്കിൽ റോൾസ് ലോ ചോദിക്കും. ഇത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ 50-50 ചാൻസ് ആണ്. ഏത് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹെൻറി ചോദിക്കാറുണ്ട്, ചിലപ്പോൾ റോൾസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹെൻറീസ് ലോ എന്താണെന്ന് നോക്കാം. പക്ഷെ നിങ്ങൾ ഈ ഹെൻറീസ് ലോ നിങ്ങൾ ഒറ്റ അടിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ഇതാണല്ലോ, ഇതേ പഠിക്കണ്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ചെറിയൊരു കോൺസെപ്റ്റ് ഇവിടെ നിങ്ങൾ ബിൽഡ് ചെയ്യണം മക്കളെ. കെമിസ്ട്രി അങ്ങനെയാണല്ലോ, ചെറിയൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമല്ലോ. ഓക്കെ, എടാ, നമ്മൾ നോർമലി നോക്കാം. നിങ്ങൾ ഈ സോഡ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടിട്ടുണ്ട്. സോഡ എങ്ങനെ നമ്മൾ മേക്ക് ചെയ്യുക നോർമലി, അല്ലെ? സോഡ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വെള്ളത്തിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുക? തട്ടിക്കൊടുക്കുകയാണ്, അല്ലെ? പക്ഷെ നോർമൽ ലെവലിലല്ല കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നത്. ഹൈ പ്രഷറിൽ വേണം കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കാൻ, അല്ലെ? നമ്മൾ വെള്ളത്തിലോട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ സോഡ ആവൂല. കാരണം അതിൽ നമുക്കൊരു തരിപ്പ് ഫീൽ വരണമെങ്കിൽ, വെള്ളത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ ഒരു തരിപ്പ് ഫീൽ കിട്ടുന്നില്ലേ? ആ ഫീൽ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ എന്ത് ചെയ്യുക? ഹൈ എന്താ പറയാ, പിസ്റ്റൺ വെച്ചിട്ട്, അല്ലെ? ഇത് മേക്ക് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടുത്തിയില്ല ഫോട്ടോ, ജസ്റ്റ് പിസ്റ്റൺ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഹൈ പ്രഷറിൽ പിസ്റ്റൺ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇതല്ലേ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ അതിലോട്ട് കടത്തി വിട്ടു. ആ യെല്ലോ കളർ കാണുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുക? ഹൈ പിസ്റ്റൺ ആയിട്ട്, അത് എയർ ഗ്യാപ്പ് ഇല്ലാണ്ട് അമർത്തുമ്പോൾ സൈഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാസ് കയറിപ്പോവും. ഹൈ ഗ്യാപ്പ് ഇല്ലാണ്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലോട്ട് അലിഞ്ഞു ചേരും? പറയണ മക്കളെ, എന്തിലോട്ട്? വെള്ളത്തിലോട്ട് ഡിസോൾവ് ആവും, അലിഞ്ഞു ചേരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം എന്താ? പ്രഷർ കൂടും. ഹെൻറീസ് ഡെഫിനിഷനാ പറയുന്നിട്ടാ. പ്രഷർ കൂടുമ്പോൾ, നല്ല ഹൈ പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ എന്ത് ചെയ്യും? നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. അപ്പൊ പ്രഷർ കൂടുമ്പോ എന്ത് കൂടുവാടാ? സൊല്യൂബിലിറ്റി കൂടും. ഇംഗ്ലീഷ് വേർഡാണ്. പ്രഷർ കൂടുമ്പോ ലയിക്കുക എന്ന് പറയും. സൊല്യൂബിലിറ്റി എന്ത് ചെയ്യോടാ? കൂടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതാണ് നമ്മളൊരു സോഡ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോൺസെൻട്രേഷന്റെ കോൺസെപ്റ്റ് ഇത് അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെ? എന്താ പറയാ, ഒരേപോലത്തെ രണ്ട് ബീക്കർ എടുത്തിട്ട്
അല്ലെ? 2ലും 1 ലിറ്റർ വെള്ളം എടുക്കുക, 2ലും 1 ലിറ്റർ വെള്ളം എടുക്കുക. 1ൽ 5 മോള് ഷുഗർ, നമ്മൾ 5 മോൾ എന്ന് പറഞ്ഞാൽ 5 ടീസ്പൂൺ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെ കെമിസ്ട്രിയുടെ ഭാഷ മോളാണ് കേട്ടോ. അപ്പൊ 5 മോള് ഷുഗർ ഇട്ട് ഇവിടെ 10 മോള് ഷുഗർ ഇട്ട് സ്വാഭാവികമായിട്ടും എന്താണ്, ഇതിൽ ലെസ് ഷുഗർ ആണ്, ഇതിൽ മോർ ഷുഗർ ആണ്. സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ കൂടുതൽ ഏതിനായിരിക്കും അല്ലെ? നമുക്ക് എല്ലാവർക്കും പറയാം കോൺസെൻട്രേഷൻ എന്താ കൂടുതൽ എന്തിനാണോ ഇട്ടത് അതിലായിരിക്കും കൂടുതൽ എന്ന് പറയാം അല്ലെ? അപ്പൊ അതൊക്കെ ജസ്റ്റ് ജനറൽ നോളജ് ആണ് മക്കളെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, എക്സാമിന് ഇപ്പൊ ഒന്നും വേണ്ട. ഓക്കെ, പ്രഷർ നമ്മൾ കൊടുക്കുന്നത് കാര്യങ്ങൾ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട. ഓക്കെ, വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? യെസ്, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? എടാ, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എക്സ് എന്ന് പഠിച്ചാലും മതി. ഈ കൈയും എക്സും അങ്ങോട്ടും കൊണ്ട് കൺഫ്യൂഷൻ ആണ് മക്കളെ. എടാ, നിങ്ങൾ എക്സ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കാം. ബോത്ത് ആർ സെയിം. മനസ്സിലായ? രണ്ടും എക്സും കൈയൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതി, കൈ എന്ന് പഠിച്ചോ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റ് നോക്കിട്ടാ. മോൾ ഫ്രാക്ഷൻ എന്താന്ന് അറിഞ്ഞാൽ പരിപാടി സിമ്പിൾ, കാണാപാഠം വേണ്ട, സിമ്പിൾ. ഒരു പാത്രം എടുത്തു, ഒരു പാത്രത്തിൽ ഞാൻ എന്ത് ചെയ്തടാ, ഒരു 6 മോള് വെള്ളം വീത്തി. 6 മോള് വെള്ളമുണ്ട്. അതിലോട്ട് ഞാൻ എന്ത് ചെയ്യണ്ട, 2 ടേബിൾ, ഇതൊന്നും എക്സാമിന് കാണാപാഠം പഠിക്കേണ്ട സാധനം, ചുമ്മാ എക്സ്പെരിമെന്റ് സെറ്റപ്പാ പറയുന്നത്. 2 മോള് സാൾട്ട് വീത്തി. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യടാ, ഒരു 3 മോള് ഷുഗർ ഇട്ടു. ഇനി ഞാൻ എന്താ കാണുന്നത്, സാൾട്ടിന്റെ ഗാഢത എത്ര, അല്ലെങ്കിൽ എത്രയാണ് ആ സാൾട്ട്, മോൾ ഫ്രാക്ഷൻ ഓഫ് സാൾട്ട്. സാൾട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ഞാൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ, നിങ്ങൾ ആലോചിച്ചോക്കെ. ഇതിലുള്ള മൊത്തം എത്ര മോൾ ഉണ്ട് അല്ലെ? നമ്മൾ മാത്സിൽ പ്രോബബിലിറ്റിയിലൊക്കെ പറയില്ലേ, പ്രോബബിലിറ്റിയിൽ എപ്പോഴും താഴല്ലേ ടോട്ടല് വെക്കുക, അത്രേ ഉള്ളൂ. സാധാരണ നമ്മളല്ലേ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഡിപ്പെൻസ്, പ്രോബിലിറ്റി തന്നെ പറയാം അല്ലെ. എല്ലാത്തിനെയും നമ്മൾ ടോട്ടലി താഴെയാണ് വെക്കുക അല്ലെ. അതേപോലെ എന്ത് ചെയ്യാം, ഇതിൽ 2 മോള് സാൾട്ട് ഉണ്ട്, 3 മോള് ഷുഗർ ഉണ്ട്, 6 മോള് ഇതുണ്ട്. കംപ്ലീറ്റും പാടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും അല്ലെ. ഡിനോമിനേറ്റർ 11 കിട്ടും. ന്യൂമറേറ്റർ നമ്മൾ എന്തിന്റെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ സാൾട്ടിന്റെ കാണുകയാണെങ്കിൽ നമുക്ക് സാൾട്ട് എത്ര കിട്ടടാ, 2 ആണ്, ദാറ്റ് ഈസ് 2/11. സപ്പോസ് ഷുഗറിന്റെ ആണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണുന്നെങ്കിൽ 3/11. സപ്പോസ് വാട്ടറിന്റെ ആണെങ്കിൽ എന്ത് വരടാ, 6/11. ഇത് ബേസ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മോൾ ഫ്രാക്ഷൻ. അതിലുള്ള കണ്ടന്റ്, സാൾട്ടിന്റെ കണ്ടന്റ് എത്രയാണ്, അതേപോലെ തന്നെ വാട്ടറിന്റെ കണ്ടന്റ് എത്രയാണ്, നമ്മൾ അതിലിട്ട ഷുഗറിന്റെ കണ്ടന്റ് എത്രയാണ്. ഇതിനാണ് ജനറലി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ കൈ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നോർമലി ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ സോഡയിൽ നമ്മൾ പിസ്റ്റൺ ഇട്ട് അടിച്ചിരുന്നില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അതിന്റെ സൊല്യൂബിലിറ്റി കൂടുക എന്നുള്ളതാണ്. ആക്ച്വലി സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. തിരിയുന്നത് ശ്രദ്ധിച്ചോട്ടാ, സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോ പ്രഷർ കൂടുമ്പോ അല്ലെ, പിസ്റ്റൺ പ്രഷർ കൂടുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് കൂടും, സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടും. ഓക്കെ, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടതാണ്. ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ഹെൻറീസ് ലോ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹെൻറീസ് ലോ. നോക്കണം മക്കളെ, ഇത് എങ്ങനെ കാണാതെ പഠിക്കാം. ഇതാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഹെൻറീസ് ലോ. വാട്ട് ഈസ് ഹെൻറീസ് ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിച്ചോ. അപ്പൊ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി നോക്കെ. എങ്ങനത്തെ ഡെഫിനിഷൻ? നമ്മൾ സാധാരണ ഇംഗ്ലീഷാണ് നമുക്ക് അറിയുന്നത്, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. പഠിക്കുന്ന അവസരത്തിൽ സാധാ വേർഡ്സ് ഉപയോഗിക്കുക, അത് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാണാം, ഞാൻ ഇതിൽ ഒരൊറ്റ ഡിഫിക്കൽട്ട് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി നോക്കെ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ്. ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് എന്ന് എക്സാമിന് ഓർമ്മ എഴുതണ്ട. നിങ്ങൾ പഠിക്കുമ്പോൾ എത്ര എഴുതുള്ളൂ, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതായത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ എക്സാമ്പിൾ നോക്കുക. ഇത് വെള്ളം അല്ലെ, ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് തട്ടുന്നത് അല്ലെ. ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലോട്ട് ലയിപ്പിക്കുന്നത്. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫേസ്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഇത് ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഗ്യാസിനെ നന്നായിട്ട് പ്രഷർ ചെയ്യാം. എന്തിന്റെ മേളില്, ലിക്വിഡിന്റെ മണ്ടമ്മല്. അപ്പൊ നിങ്ങൾ എക്സാമ്പിളിൽ എന്ത് മാത്രം ഓർത്താൽ മതി, ഒരു സോഡ മേക്കിംഗ് ഓർത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. എന്താ ചെയ്യുന്നത്, ഗ്യാസ് എന്ത് ചെയ്യുക, ലിക്വിഡിൽ എന്ത് ചെയ്യുക, ലയിക്കുന്നത് എന്തായിക്കോട്ടെ, പ്രൊപ്പോർഷൻ അതിന്റെ പ്രഷറിനനുസരിച്ചിരിക്കും അല്ലെ. It is stated that solubility of gas in liquid is directly proportional to the pressure on the liquid surface. നിങ്ങൾ എത്ര പ്രഷർ ആണോ കൊടുക്കുന്നത്, നിങ്ങൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ ആ പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യടാ, അത് ലയിച്ചും കൊണ്ടേയിരിക്കും.
ഓക്കെ, ഒന്നും കൂടെ പറയാൻ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ്, എല്ലാവരും ഡെഫിനേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നോട്ട്സിൽ ആകെ എഴുതേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ വേണ്ടുള്ളൂ. +2 എക്സാമിന് ഒരു ഡെഫിനേഷൻ ആയിട്ട് കുട്ടി പഠിച്ചു വെക്കേണ്ടത് ഇതേ ഉള്ളൂ. അല്ലാണ്ട് സോഡാ മേക്കിങ്ങും അതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി, മനസ്സിലുണ്ടായാൽ മതി. അതൊന്നും നോട്ട്സ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, സമയം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, സോ എഴുതിക്കോ മക്കളെ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫേസ്. ഇനി ഒരുത്തൻ എനിക്ക് എക്സാം ഹോളില് ഇതൊന്നും ചിന്ത വന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ കുട്ടികളെ എക്സാം ഹോളിൽ കയറിയപ്പോഴാണ് ഒന്നും ഓർമ്മ വരുന്നില്ല, വേർഡ്സുകൾ അവർക്ക് ഒന്നും ബ്ലൈൻഡ് ആയി പോയി. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞേക്കാറുണ്ട്. എക്സാം ഹോളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സാറി പറഞ്ഞ സാധനം എൻട്രീസിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. പക്ഷെ കെമിസ്ട്രിയുടെ പ്രശ്നം വരുന്നത് എന്താ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻട്രീസിലുണ്ട്, ഞാൻ ബ്ലൈൻഡായി, എനിക്ക് ഒരു വേർഡ്സും ഇംഗ്ലീഷിൽ കിട്ടുന്നില്ല. എന്ത് ചെയ്യാപ്പ? അവിടെയാണ് നിങ്ങൾ ട്രിക്ക് ഉപയോഗിക്കേണ്ടത്. ട്രിക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതൊക്കെ മറന്നു എന്ന് വിചാരിക്കാം. എങ്ങനെ നമ്മളിത് റീക്രിയേറ്റ് ചെയ്യും എക്സാം ഹോളിൽ, ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ത് മാത്രം എഴുതുക, സമാധാനമായിട്ട്. ട്രിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഉടായ്പാണെങ്കിൽ ഉടായ്പ, നമ്മളെ എക്സാമിന് ആൻസർ ചെയ്യും, അത്രേ നമ്മളെ ലക്ഷ്യമുള്ളൂ. ഇത് നോക്കുക, നിങ്ങൾ പി എന്ന് പറയുന്നത് പ്രഷർ ആണല്ലോ, പിസ്റ്റൺ ആണല്ലോ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുക എന്നുള്ള നിങ്ങളെ തലമല്ലേ സോഡാ മേക്കിംഗ് പ്രകാരം അല്ലെ. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യൂടാ, ആ ഗ്യാസ് എന്ത് ചെയ്യും, വെള്ളത്തിലേക്കും സൊല്യൂബിൾ ആവും. അപ്പോ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലൈക്യ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലി കൈ എന്ന് വിളിക്കാൻ പറ്റും. മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കൈ എന്ന് പറയാൻ പറ്റും. അപ്പോ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് പഠിക്കാം. ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ടാ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? പ്രഷർ കൂടുമ്പോ സൊല്യൂബിലിറ്റി കൂടുന്നു. അപ്പൊ ഈ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സിമ്പിൾ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി. നിങ്ങൾ ഇത് പഠിച്ചു വെക്കാം. ഡെഫിനേഷൻ ഇത് മറക്കുന്നത് കുഴപ്പമില്ല, അതിൽ വേർഡ്സുകൾ കുഴപ്പമില്ല. പക്ഷെ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്നുള്ളത് നിങ്ങളെ തലച്ചോറിൽ ഉണ്ടായാൽ മതി. ഇനി ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റി ഞാൻ ഈക്വൽ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് വേണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ടിന്റെ. ഇത് ഹെൻറീസ് ലോ ആയതുകൊണ്ട് കെ ആണ് കോൺസ്റ്റന്റ്. സി ഒക്കെ സാധാരണ ഉപയോഗിക്കും, ഇദ്ദേഹം കെ എടുത്തു, നമ്മൾ ടെക്സ്റ്റ് കെ എടുത്ത കാരണം കെ ഉള്ളൂ. സോ ഹെൻറീസ് കോൺസ്റ്റന്റ് ആയ കാരണം കെ എച്ച് എന്ന് എഴുതിയത്. KH, that is Henry's constant. എന്താണ് കൈ, ഹെൻറീസ് കോൺസ്റ്റന്റ് കൈ. അപ്പൊ നമുക്കൊരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടെ KH എന്താണെന്നും കൂടെ എഴുതി വെക്കണടാ, ഹെൻറീസ്. അപ്പോഴാണ് നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. ഹെൻറീസ് കോൺസ്റ്റന്റ്, KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റന്റ്. അപ്പോ ഫോർമുല ഡെഫിനിഷൻ എങ്ങാനും മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ഡെഫിനിഷൻ ഇതാക്കിയാൽ മതി. മനസ്സിലായ? പ്രഷർ കൂടുമ്പോ സ്വാഭാവികമായിട്ട് സൊല്യൂബിലിറ്റി എന്ത് ചെയ്യടാ, കൂടും എന്ന് പോലും തൽക്കാലം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇക്വേഷൻ മസ്റ്റ് ആണ്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ഇപ്പൊ പഠിച്ചോ, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് മാത്രം പഠിക്കേ. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഹെൻറീസ് കോൺസ്റ്റന്റ് വരും. സോ KH കൈ. ഈ സൊല്യൂബിലിറ്റിനെ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൈ. അതിനെ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് കൈ, വേറെ ഒന്നുമില്ല, കൈ. അപ്പൊ ഇത് എക്സാമിന് വന്നാൽ നിങ്ങൾ എഴുതൂലേ? ഓക്കെ, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. ഇനി നമുക്ക് ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയണടാ. അതായത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ. എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്? ഗ്യാസ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോ അല്ലെ, സോഡാ മേക്കിംഗ് ആണ്. ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്തൊക്കെ ബന്ധപ്പെടുന്നതാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്, ഇമ്പോർട്ടൻസ് ആണ്. നേച്ചർ ഓഫ് സോൾവെന്റും സൊല്യൂട്ടും. അതായത് സോൾവെന്റും അതിന്റെ സൊല്യൂട്ടും. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം സോൾവെന്റ് ഏറ്റവും കൂടുതലുള്ള വെള്ളമാണ് അല്ലെ. ചിലപ്പോൾ പല കളർ വെള്ളം നമ്മൾ ഉപയോഗിക്കുമല്ലോ അല്ലെ. പെപ്സി ഉണ്ടാക്കുന്നത്, കൊക്കക്കോള ഉണ്ടാക്കുന്ന ഒക്കെ വെവ്വേറെ വെള്ളത്തിലാണ് അല്ലെ. അതിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളൊക്കെ ഡിഫറെന്റ് ആയേക്കാം മേ ബി അല്ലെ. അതിൽ കൊടുക്കുന്ന എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിലൊക്കെ കൊടുക്കുന്ന നമ്മൾ കഴിക്കുന്ന കൊക്കക്കോള അതിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന സോൾവെന്റും സൊല്യൂട്ടും അതിൽ അല്ലെ ഗ്യാസിന്റെ അതൊക്കെ. അപ്പൊ സോൾവെന്റോ അല്ലെങ്കിൽ സൊല്യൂട്ടിനോ അനുസരിച്ച് എന്ത് ചെയ്യോടാ, അതിന്റെ സൊല്യൂബിലിറ്റി ലയിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് ടെമ്പറേച്ചർ. ഇപ്പൊ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. നോർമലി നിങ്ങൾ ആലോചിച്ചോക്ക്, ഒരു നോർമൽ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏറ്റവും സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചർ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മൾ സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അതെന്താ അങ്ങനെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂട്. നമ്മൾ ചൂടില്ല, നമ്മൾ അന്തരീക്ഷ ഊഷ്മാവ് ചൂട്. ഈ ചൂട് കൂടുമ്പോ ഗ്യാസ് പോവും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും നമ്മളെ സോഫ്റ്റ് ഡ്രിങ്കുകൾ സൂക്ഷിക്കുന്നത് എന്തിലാടാ? ഫ്രിഡ്ജിലാണ് അല്ലെ? നമ്മൾ ഷോപ്പിൽ പോയാൽ എപ്പോഴും ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തണുപ്പിക്കൽ മാത്രമല്ല. കാരണം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സോഡയ്ക്കാണെങ്കിൽ സോഡയുടെ ഗ്യാസും, പുറത്തിരിക്കുന്ന കണ്ടമാന ദിവസങ്ങൾ പുറത്തിരിക്കുന്ന സോഡ പൊട്ടിച്ചൊക്കെ സോഡയ്ക്ക് ഗ്യാസ് ഉണ്ടാവില്ല. അതേ സോഡ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നല്ല തണുപ്പിലാണെങ്കിൽ സോഡ പൊട്ടിക്കുമ്പോൾ എന്താണ് അട്ടേജിട്ട് പറഞ്ഞ പോലെ നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ ബുദ്ധി സ്കില്ല് ചിന്തിക്കുക. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോ, ചൂട് കൂടുമ്പോ, പുറത്ത് വെക്കുന്ന സാധനത്തിനാണല്ലോ ചൂട് തട്ടുക. ചൂട് കൂടുമ്പോ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? പോവും. സൊല്യൂബിലിറ്റി പോവാന്ന് പറഞ്ഞാൽ ഗ്യാസ് പോയി, സോഡയുടെ ഉള്ളിലത്തെ ഗ്യാസ് പോയി എന്ന് അർത്ഥം. സൊല്യൂബിലിറ്റി പോവാ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സോഡ പച്ചവെള്ളം പോലെ ആയിണ്ടാവും. ചിന്തിക്കുക. അപ്പൊ പഠിച്ചോ, ഇത് ബൈഹാർട്ട് ചെയ്യണ്ട. ടെമ്പറേച്ചർ കൂടുമ്പോ സൊല്യൂബിലിറ്റി കുറയും. പഠിച്ചോ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. സോ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ എഴുതിക്കോട്ടാ. ഓക്കെ പിന്നെ അതുപോലെ പ്രഷർ അല്ലെ? പ്രഷർ നമ്മൾ ഓൾറെഡി പറയണം. പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സോളിബിലിറ്റി കൂടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോൾ തന്നെ ജസ്റ്റ് ലെക്ചർ പോയിന്റ് പോലെ എഴുതി വെച്ചോടാ, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ്. ഇനി ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഹെൻറീസ് ലോ ഡിപ്പെൻസ് എന്താണ്? The value of KH depends on the nature of gas and the temperature. What is KH? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോടാ? ഈ KH എന്താണ്? വീണ്ടും നോക്ക് മക്കളെ, ഇവിടുന്ന് ഞാൻ സെറ്റ് ആക്കി തരാം. ചെറിയ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കോ. നമ്മൾ നോക്ക്, ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണല്ലോ KH എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് P ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയടാ? KH ഇൻറ്റു കൈ എന്നാ കിട്ടിയല്ലേ? ഇവിടെ അങ്ങനെ പോട്ടെ, അത് വേണ്ട. സോ P ഈക്വൽ ടു KH ഇൻറ്റു കൈ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിച്ചോടാ, ഞാൻ ഈ Pനെ 1 കൊടുക്കാന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്തോടാ? P എന്ന് പറയുന്നത് അല്ലെ, ഞാൻ കൊടുക്കുന്ന പ്രഷർ 1 ആന്ന് വിചാരിച്ചോ. Pക്ക് ഞാൻ പ്രഷർ 1 കൊടുത്തു. സ്വാഭാവികമായിട്ട് ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടിയടാ? 1 ഈക്വൽ ടു KH ഇൻറ്റു എന്ത് കിട്ടിയടാ? കൈ കിട്ടി. KH ഈക്വൽ ടു കൈ കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കൈനെ ഞാൻ അവിടെ നിർത്തി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോട്ടാ, കൈനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ മാത്സിന്റെ പ്രകാരം 1 എന്ത് കിട്ടുവാടാ? KH കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിയൊക്കെ 1/KH. കൈ എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ 1/KH. മാത്സിൽ 1/KH ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ? 1 കൂടുമ്പോ 1 കൂടും. മനസ്സിലായ? ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1 കൂടുമ്പോ 1 കുറയും. ഒരാളെ കൂട്ടുക 1 കുറയും. അതിനാണ് ഇൻവേഴ്സ്ലി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയുന്നുണ്ടാവും അല്ലെ? സോ നിങ്ങൾ നോക്കിയാൽ മോൾ ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടുന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോടാ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നോക്ക്, ദ വാല്യൂ ഓഫ് KH ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. അവിടെ ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അതുപോലെ KH ഇൻക്രീസസ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ്. ഇത് എന്തിനാ പറയുന്നത് അറിയോ സാറ്? ഒരു മാർക്കിന് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവോടാ, നമുക്കത് കളയണ്ട. ആ മാർക്ക് നമുക്ക് മേടിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു 1 മാർക്കിന് ചോദിക്കൂടാ. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് 2 വട്ടം ഇരുന്നിട്ട് കൂൾ ഓഫ് ടൈമിലായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. കിട്ടും, അത്രേ ഉള്ളൂ. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചാൽ ഉത്തരം കിട്ടൂല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, KH കൂടുമ്പോ നമ്മൾ എന്ത് പഠിച്ചു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? ലിക്വിഡ് ഓഫ് ഡിക്രീസ് അല്ലെ? സൊല്യൂബിലിറ്റി. ഈ സൊല്യൂബിലിറ്റിനെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു എന്താണ്? 1/KH ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പഠിച്ചു. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസസ്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് ഓർക്കാൻ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് ഓർക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എന്ത് ചെയ്യുക? സോഡ ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാന്ന് ഓർത്താൽ മതി. പുറത്ത് വെച്ചാൽ ടെമ്പറേച്ചർ കൂടും, സോഡയുടെ ഗ്യാസ് പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പുണ്ടാവും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? നേരെ ഉൾട്ടാ, സോളിബിലിറ്റി കൂടും, നല്ല സ്ട്രോങ് ആവും, സോഡ നല്ല സ്ട്രോങ് ആവും. പക്കാ. ഇനി എക്സാമിന് മേ ബി ചോദിക്കാടാ, സാധാരണ ഏതൊരു ക്വസ്റ്റ്യൻ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരുന്നു, അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഇൻ വാം വാട്ടർ. വൈ എന്ന് പറയുന്നത് അത് ഈ ഒരു കാരണം കൊണ്ടാണ്.
ഏത് നമ്മളിപ്പോ പറഞ്ഞ ഹെൻറീസ് ലോ കാരണം കൊണ്ടാണ്. ഹെൻറീസ് ലോയുടെ എന്ത് കാരണം? KH, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസസ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് എന്താ സാധനം? ഈ അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. ഈ അക്വാറ്റിക് സ്പീഷീസ് മോർ കംഫർട്ടബിൾ കോൾഡ് വാട്ടർ അല്ലെ? അതായത് കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞ തണുത്ത വെള്ളമാണ് നല്ലത് എന്നാ പറയുന്നത് അക്വാറ്റിക് സ്പീഷീസിന്. പലതുമായിട്ടാണ് ഈ അക്വാറ്റിക് സ്പീഷീസ് എന്ന് പറഞ്ഞ വെള്ളത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനുള്ള ജീവികൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളടക്കം, മീനുകളാവാം, പരലുകൾ, എല്ലാ കാര്യങ്ങളും അക്വാറ്റിന്റെ ഉള്ളിൽ വരും. അപ്പൊ അത് അവർക്ക് തണുപ്പാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. വാമിനെക്കാട്ടും തണുപ്പാണ് ഇഷ്ടം. എന്തുകൊണ്ടാ? നിങ്ങൾ കോമൺ സെൻസ് ചിന്തിക്കുക. അതായത് തണുപ്പുണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ഗ്യാസ് എന്തില്ല, പുറത്തു പോവില്ല, ഗ്യാസുകൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ മീനിന് ശ്വസിക്കാനോ കാര്യങ്ങൾ അവർക്കവിടെ. അപ്പൊ ടെമ്പറേച്ചർ കൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും? ഗ്യാസും അവർക്ക് ശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതേസമയം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഗ്യാസുകളൊക്കെ അതിൽ നിന്ന് വേപ്പറായിട്ട് പുറത്തു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ ജീവിക്കുന്ന സ്പീഷീസ് ഒക്കെ എന്താവും? വളരെ ബുദ്ധിമുട്ടും. അതാണ് നമ്മൾ പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് പഠിക്കണം? നന്നായിട്ട് 2 സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. സോഡ മേക്കിങ്ങും ഫ്രിഡ്ജും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ത് ചെയ്യോടാ? വളരെ അധികം കുറയോടാ. ടെമ്പറേച്ചർ കൂടുമ്പോ നല്ല ചൂടടിക്കുകയാണ് ഒരു വെള്ളത്തിൽ, പോണ്ടിലോട്ട് നല്ല ചൂടടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യോടാ? അതിലത്തെ ഗ്യാസ് ഒക്കെ പോവും അല്ലെ? അതിലേക്ക് ഗ്യാസ് പോവെന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഉണ്ടാവോടാ? വളരെയധികം കുറയും. അപ്പൊ അത് വന്നാൽ എക്സാമിന് ഈ പോയിന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണ്ടാ? എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അടുത്തത് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് സുഖമാണ് ഒരു ക്വസ്റ്റ്യൻ. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാം. വലിയ സ്റ്റോറി ഒന്നും ഞാനിത് പറയുന്നില്ല, ബിൽഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്താണ് നമുക്കറിയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എന്തിനാണ് അല്ലെ ഹെൻറീസ് ലോ? നമ്മൾ പറഞ്ഞ പ്രഷർ കൂടുന്നത് സോഡ മേക്കിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം കാർബണേറ്റഡ് ഡ്രിങ്കുകൾക്ക് അല്ലെ, ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ബീവറേജസ് അല്ലെ, ബീവറേജസ് എല്ലാവർക്കും ഇപ്പൊ കേട്ട് പരിചയമുണ്ടായിരിക്കും. എന്തായാലും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ, സോഡ ഉണ്ടാക്കാൻ അല്ലെ തരിപ്പുള്ള നമുക്ക് പല അല്ലെ, ബീറിനുണ്ട് തോന്നുന്നല്ലേ? ബീറും നമ്മൾ സാർ കഴിച്ചിട്ടില്ല, തരിപ്പുണ്ട് തോന്നുന്നല്ലേ? ഉണ്ട്. അപ്പൊ അത്തരം ബീവറേജസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനുണ്ട്? ഡ്രിങ്കുകള്, പെപ്സി, കൊക്കക്കോള, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ എത്തിയിട്ട് 2 അപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് എഴുതുക. ഡ്രിങ്ക് മേക്കാണെന്നല്ല, കാർബണേറ്റഡ് എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് കാർബണേറ്റഡ് ബീവറേജസ്. ബീവറേജ് എന്നൊന്നും എഴുതിയിലും കുഴപ്പമില്ല, ഡ്രിങ്ക് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഡ്രിങ്ക് എന്ന് എഴുതിയാൽ മതി. ഓക്കെടാ. 2 അണ്ടർ വാട്ടർ ഡൈവിംഗ്. അത് നിങ്ങൾക്ക് അറിയാം, സ്ക്യൂബ ഡൈവേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതായത് കടലിന്റെ അടിത്തട്ടത്തിലോട്ട് പോകുന്ന ആളുകൾ അല്ലെ? അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി എക്സാമ്പിൾ. കാരണം എന്താ? അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്, വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുമ്പോൾ എന്താണ്? പ്രഷർ വളരെ കൂടുതലാണ് അല്ലെ? നമ്മൾ അറിയില്ല, നമ്മൾ നോർമലി ഒരു കുളത്തിൽ ചാടി കഴിഞ്ഞാൽ അടിയിലേക്ക് കൂടിയിട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ആരോ പിടിച്ച് തള്ളുന്ന പോലെ തോന്നും. അപ്പൊ അടിത്തട്ടിൽ എന്താടാ? പ്രഷർ കൂടുതലാണ്. ഈ പ്രഷർ കൂടിയുള്ള പ്രശ്നം എന്താ? പ്രഷർ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താടാ? നമ്മളെ ബ്ലഡ് അല്ലെ, മൂക്കിലോട്ടും ബ്ലഡ് സെൽസിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാടാ? ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാടാ? ഈ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് അതിന്റെ വലിയ ആധികാരികമായ ഡെപ്ത് നോളജ് വേണമെന്നില്ല. നിങ്ങൾ നോർമലി നോക്കുക. ഈ സ്കൂബ ഡൈവേഴ്സ് പോകുമ്പോൾ കാണാൻ പുറത്തൊരു സാധനം വെച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് താഴത്തേക്ക് പോകണം നിങ്ങൾ ശ്രദ്ധയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി കേട്ടാ. ഇനി ക്ലൈംബേഴ്സ് മലമുകളിലോട്ടൊക്കെ കയറുന്ന ആളുകൾ, നല്ല ഹൈറ്റിലോട്ടൊക്കെ കയറുന്ന ആളുകൾ, അവിടത്തെ നമുക്ക് എന്താ ഈ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പഠിക്കാം. എക്സാമിന് 2 ചോദിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്രീവിയസ് ഇയറിനുള്ളൂ. അപ്പൊ 2 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫോർ ക്ലൈംബേഴ്സ് ഏതെങ്കിലും 2 നിങ്ങൾ എന്ത് ചെയ്യടാ? എഴുതാം. ഓക്കെ, സമയം കളയുന്നില്ല, അടുത്ത സെക്ഷനിലോട്ട് പോവാം. എടാ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് റോൾസ് ലോ മക്കളെ. എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ റോൾസ് ലോ. എടാ, റോൾസ് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് അറിയണടാ. അല്ലെങ്കിൽ നിങ്ങൾ കാണാപാഠം പഠിച്ചു പോയിട്ട് കാര്യമില്ല മക്കളെ. കാണാപാഠം നിങ്ങൾ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ മറന്നുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞത്. ഞാൻ കാണാപാഠം പഠിപ്പിക്കുന്നില്ല, മനസ്സിലായ? നിങ്ങൾ അത് ഓർത്ത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് മാത്രമേ സാർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കേടാ. സോ ഹെൻറീസ് ലോ എങ്ങനെ നോക്കാം. എടാ, വേപ്പർ പ്രഷർ ആൻഡ് റോൾസ് ലോ എന്ന് പറയുന്ന കണക്ഷൻ. ഹെൻറീസ് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? സോറി റോൾസ് ലോ മാറിപ്പോകുന്നത്. റോൾസ് ലോ പഠിക്കണമെങ്കിൽ എന്ത് പറയണ്ട? വേപ്പർ പ്രഷർ എന്താന്ന് പഠിക്കണം.
വേപ്പർ പ്രഷർ വല്ലാത്തൊരു സംഭവമാണ് വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷറിൽ നിന്നാണ് ആര് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഹെൻറീസ് ലോ ഡെവലപ്പ് ചെയ്യുന്നത്. എടാ ഹെൻറീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാട്ടോ. ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ലോ ആയതാണ് ഹെൻറീസ് ലോ എന്നിട്ട് കേട്ടോ. റോൾസ് ലോ എന്നിട്ട്. ഹെൻറീസ് ലോ അങ്ങനെയാണ്, അവരുടെ സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടാ. അപ്പൊ റോൾട്ട് എന്നാണ് കൃത്യമായിട്ട് ആളെ പേര്, റോൾട്ട് എന്നാണ്. പിന്നെ റോൾസ് ലോ എന്നാക്കി മാറ്റുന്നു മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഈ റോൾസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വേപ്പർ പ്രഷറിനെ കണക്ട് ചെയ്തിട്ടാ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്? പ്രഷറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഇവിടെ പറയുന്നത് എന്താടാ? വേപ്പർ പ്രഷറിനെ പറ്റിയിട്ടാ പറയുന്നത്. രണ്ടും മാറരുത്. ഓക്കെ, ഇനി ജനറലി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടടാ. രണ്ട് ടൈപ്പ് സബ്സ്റ്റാൻസുകൾ ഉണ്ട്. ഒന്ന് വോളറ്റൈൽ സബ്സ്റ്റാൻസുകൾ ഉണ്ടടാ, അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ സബ്സ്റ്റാൻസുകൾ ഉണ്ട്. എടാ ഈ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ. ഞാനിതൊക്കെ ചുമ്മാ ഇവിടെ സ്ട്രൈക്ക് തന്നെ അടിച്ചിടാം. ഇതൊന്നും മക്കളെ നിങ്ങൾ കാണാപാടെ ഒന്നും പഠിക്കണ്ട, മനസ്സിലായില്ലേ? ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനൊന്നും എക്സാമിൽ എഴുതാനൊന്നുമില്ല. എടാ വോളറ്റൈലും നോൺ വോളറ്റൈലും ഉണ്ട്. എടാ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളം, പെട്രോൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? വെള്ളം, പെട്രോൾ. ഈ വെള്ളം പെട്രോളിന്റെ ഒക്കെ പ്രത്യേകത എന്താ? നമ്മൾ ചുമ്മാ വെള്ളം പുറത്ത് വെച്ച് നോക്കും കുറച്ചു നേരം. ആ വെള്ളം ഇപ്പൊ 1 ലിറ്റർ വെള്ളം പുറത്ത് വെച്ച് നോക്കെ, ഡപ്പ തുറന്നിട്ട് വെച്ച് നോക്കെ, നല്ല വെയിലത്ത് കൊണ്ട് വെച്ച് നോക്കില്ല. ഈ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നോക്കെ. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ വെള്ളം കുറയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ചൂടുള്ള വെയിലത്ത് കൊണ്ട് വെച്ച് നോക്കില്ല, ലേശം വെള്ളം അത് വെറ്റിപ്പോവും. അപ്പൊ ഈ വെള്ളം വെറ്റിപ്പോവാന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം വേപ്പറായിട്ട് പോവാണെന്നുള്ളതാണ്. വേപ്പറായിട്ട് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം എന്താ പറയാ, ഓക്സിജൻ ഒക്കെ കടന്നു പോകുന്നുണ്ട് അല്ലെ? H2 അങ്ങനെ മിക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നോർമലി അങ്ങനെ മിക്സ് ആയിട്ട് റൂം ടെമ്പറേച്ചർ നമ്മൾ ചൂടോ തീയോ ഒന്നും കൊടുക്കാതെ തന്നെ ചുമ്മാ എന്ത് ചെയ്യുക, വേപ്പറായിട്ട് പോകുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്താ പറയുന്നടാ? വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റൈൽ വാട്ടർ എക്സാമ്പിൾ ആണ്, പെട്രോൾ ലൈക്ക് ദാറ്റ് എക്സാമ്പിൾ ആണ്, എഥനോളൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി നോൺ വോളറ്റൈൽ നമ്മൾ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ എന്താ പഞ്ചസാര ഒക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവച്ചാൽ മിസ്സായി പോകുന്നുണ്ടാവും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പഞ്ചസാര നമ്മൾ വീട്ടിൽ എപ്പോഴും വെച്ചാൽ ഒരു പഞ്ചസാര തരി അങ്ങനെ മിസ്സായി പോകുന്ന ശ്രദ്ധയിൽ പെടാൻ ചാൻസ് ഉണ്ടാ. നിങ്ങൾ നോർമൽ കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്കാം. ഇല്ല, ഇന്നൊരു പഞ്ചസാര തരി മിസ്സായിട്ടൊന്നും ഉണ്ടാവില്ല. ആ പഞ്ചസാര തരി അതിലൊക്കെ തന്നെ ഉണ്ടാവും. നമ്മളെ റൂം ടെമ്പറേച്ചറിൽ അത് ഉണ്ടാവൂല, അത് ഉരുകി പോവില്ല. നല്ല ചൂട് കൊടുത്ത പഞ്ചസാര ഉരുകി പോകട്ടെ, അത് വേറെ കേസ്. പക്ഷെ നോർമൽ റൂം ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. നോർമൽ റൂം ടെമ്പറേച്ചർ ആയ സോൾട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലടാ, ലയിച്ച് പോവില്ല അന്തരീക്ഷത്തിൽ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ വോളറ്റൈൽ. ഇതൊക്കെ ചുമ്മാ എഴുതണ്ടടാ, നോട്ട് വേണ്ട, അതിനൊന്നും നോട്ട് എഴുതണ്ടടാ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാടാ. ഇനി വേപ്പർ പ്രഷറിന്റെ കോൺസെപ്റ്റ്, ഇതിലെ ഒരു വേർഡ് പോലും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറയാൻ, ഇത് ജസ്റ്റ് കോൺസെപ്റ്റ് ബിൽഡിംഗ് മാത്രമാണ്. ഇതിലെ ഒരു വേർഡ് പോലും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഞാൻ ആദ്യമേ ഇവിടെ സ്ട്രൈക്ക് അടിക്കുന്നുണ്ട്, മനസ്സിലായോ? കുറെ പേര് ഇത് എന്താ അതൊക്കെ ഇതൊന്നും വേണ്ടടാ, അത് ജസ്റ്റ് നിങ്ങളെ കോൺസെപ്റ്റ് ബിൽഡിങ്ങിനാണ്. ഒരു കോൺസെപ്റ്റ് മനസ്സിലായാലും എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ, അതേ സാർ ഉദ്ദേശിക്കുന്നുള്ളൂ. കോൺസെപ്റ്റ് ഇല്ലാണ്ട് നമ്മൾ കെമിസ്ട്രി പഠിച്ച വട്ടപൂജ്യം പോലെ ആവോടാ. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഓരോ ചാപ്റ്റർ പഠിച്ചോക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കേടാ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഒന്നും നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് ബിൽഡിംഗ് ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഓക്കെ, എടാ വേപ്പർ പ്രഷറിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ. ഈ റോൾട്ട് എന്ന് പറയുന്ന വ്യക്തി, റോൾട്ട് എന്താ ചെയ്തെന്ന് അറിയോ? റോൾട്ട് ചെയ്തെന്താ വെച്ചാല് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത്, റോൾട്ടിന്റെ പരീക്ഷണമാണ് കേട്ടോ. റോൾട്ട് പരീക്ഷിച്ചു എന്ത്? ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ എന്ത് ചെയ്തടാ? ഇതുപോലെ വോളറ്റൈൽ ആയിട്ടുള്ള, അപ്പൊ വെള്ളം വീത്തി, വോളറ്റൈൽ ഇട്ടോ. അപ്പൊ വോളറ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ വോളറ്റൈൽ ആയിട്ടുള്ള കണ്ടന്റ് വീത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോടാ? ഇതിന് നോർമൽ അന്തരീക്ഷത്തിൽ ഒരു ചൂട് കൊടുത്തു എന്ന് കൂട്ടാം. ചൂട് കൊടുത്തു. അപ്പൊ ചൂട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ വെള്ളം എന്ത് ചെയ്യോടാ? മുകളിൽ റോൾട്ട് ബുദ്ധിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പാത്രം, നമ്മൾ വീട്ടിൽ ചായ തിളപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലേ, ചോറൊക്കെ തിളപ്പിക്കുമ്പോൾ മുകളിൽ പാത്രം വെക്കൂലേ? സെയിം കോൺസെപ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നീരാവി മുകളിലോട്ട് പോകും. അപ്പൊ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ച് അടിക്കാറ് ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? അതേ സെയിം കോൺസെപ്റ്റ്. അതായത് അതിൽ നിന്ന് പോകുന്ന വേപ്പർ, മുകളിലോട്ട് പൊന്തി പോകുന്ന വേപ്പർ, ചൂടാകുമ്പോൾ അതിൽ നിന്ന് വേപ്പർ പൊന്തി പോകും. ആ വേപ്പർ മുകളിൽ പോയിട്ട് അത് താഴോട്ട് വീണ്ടും വരുന്ന അവസ്ഥ ആലോചിച്ചോക്കെ. താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ താഴോട്ട് വരാൻ വേണ്ടി ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചോക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു മൂടി വെച്ച് കഴിഞ്ഞാൽ, മൂടി വെച്ചു, അപ്പൊ മേളിലോട്ട് വെള്ളം നീരാവി മുകളിലോട്ട് പോയി. അപ്പൊ ഈ പാത്രത്തിനൊന്ന് മൂപ്പര് പൊക്കും അല്ലെ? അങ്ങനെ പ്രഷർ കൊണ്ട് പൊക്കും, വീണ്ടും താഴത്തേക്ക് അടിക്കും. അപ്പൊ സ്വാഭാവികം പൊക്കി കഴിഞ്ഞാൽ താഴത്തോട്ട് തന്നെ എന്ത് ചെയ്യുക? എത്ര വെള്ളമാണോ മുകളിലോട്ട് പൊന്തിയെ അത്രയും വെള്ളം എന്ത് ചെയ്താ സെയിം ലിക്വിഡിലേക്ക് തന്നെ വരിക. എന്താണോ അങ്ങോട്ട് പോയ സാധനം, കണ്ട അങ്ങോട്ട് പോയ സാധനം അത് വീണ്ടും എന്ത് ചെയ്യാ? വീണ്ടും നമ്മളെ വെള്ളം തിരിച്ചിറങ്ങുന്ന പ്രോസസ്സ് എവിടെ? ലിക്വിഡിന്റെ മണ്ടമേലേക്ക് തിരിച്ചിറങ്ങാം.
അതാണ് എന്ത് നമ്മുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി ഡെഫിനിഷൻ എന്താ, ഡെഫിനിഷൻ കാണാതെ പഠിക്കണ്ട. ദ പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഓൺ ദി സർഫസ് ഓഫ് ദ ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് സർഫസ് ഓഫ് ലിക്വിഡിലോട്ട് എന്ത് ചെയ്യാടാ, അതേ എന്ത് ചെയ്യാ, ആ തീങ്ങിയ എന്താ പറയാ വെള്ളത്തുള്ളികൾ വന്ന് അടിക്കുക, അതിനെ വിളിക്കുന്ന പേരാടാ വേപ്പർ പ്രഷർ. ഡെഫിനിഷൻ കാണാതെ പഠിക്കണ്ട, ചുമ്മാ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് നോർമലി ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇവാപറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ലിക്വിഡ് എന്ത് ചെയ്യാം, വേപ്പർ ആയിട്ട് മാറൂലേ, ലിക്വിഡ് നീരാവിയായി മാറും. വേപ്പർ എന്ന് പറയുന്നതാണല്ലോ, ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്ന പേരാടാ വേപ്പറൈസേഷൻ. വേപ്പർ ആവുക വേപ്പറൈസേഷൻ. നേരെ റിവേഴ്സ്, വേപ്പർ വെള്ളമായി മാറാം. വേപ്പർ വെള്ളമായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരെ കണ്ടൻസേഷൻ എന്ന് വിളിക്കും. അപ്പൊ സപ്പോസ് വേപ്പറൈസേഷൻ ഇവിടുന്ന് ഇപ്പൊ 10 യൂണിറ്റ് വെള്ളാണ് വേപ്പറായി പോയി, അതേ 10 യൂണിറ്റ് വെള്ളം വേപ്പർ എന്ത് ചെയ്യുക തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നു. അതിനെ വിളിക്കുന്നത് നമ്മൾ കുറെ പേർക്ക് പേടി, ഇക്വിലിബ്രിയം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പേടിയാവും. ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 10 മോള് വെള്ളം അങ്ങോട്ട് പോയി വേപ്പറായി, അതേ 10 മോള് നേരെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വന്ന്, ദാറ്റ് ഈസ് കണ്ടൻസേഷൻ. റിട്ടേൺ കണ്ടൻസേറ്റ് ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ സംഭവിക്കുന്ന ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം എന്ന്. ഇക്വിലിബ്രിയം അതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ റോൾസ് ലോയിൽ കയറാൻ പോവാണ്. പതുക്കെ നമ്മൾ ഇനി ഡെഫിനേഷൻ പിടിക്കാൻ പോവാണ്, റോൾസ് ലോയുടെ ഡെഫിനേഷൻ പിടിക്കാൻ പോവാണ്. ഓക്കേടാ, ഇനിയാണ് നമ്മളെ കളിക്കേണ്ടത്, ഇനിയാണ് പഠിക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോൾസിന്റെ ഡെഫിനിഷൻ പറയാൻ പോവാടാ. ഇനിയാണ് നമ്മൾ ശ്രദ്ധ ഒന്നും കൂടെ കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ചോ, ഒരു പാത്രത്തിൽ ലിക്വിഡ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ലിക്വിഡ് അല്ലെ, ഒരു വെള്ളം, എന്തോ ഒരു വെള്ളം ലിക്വിഡ് ഉണ്ടാ. സ്വാഭാവികമായിട്ടും ഈ മൂടിന്റെ മുകൾക്ക് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷറിനെ ഞാൻ ജനറലി പറയുന്നതാണ് എന്ത്, പ്രഷർ. ഇതിപ്പോ എ ആയിട്ട്, ഇപ്പൊ L1 ആണ് ഞാൻ ഇവിടെ ജനറലി ഇത് എ എന്നിരിക്കട്ടെ. ഓക്കെ, ഇത് എ ആടാ, ഇത് ബി ആടാ. ഒന്നാമത്തെ എന്താണ് ഞാൻ വേറെ കളറിൽ എഴുതാം, അപ്പൊ നമുക്കൊന്ന് ക്ലാരിറ്റി ഉണ്ടാവും. എടാ ഇത് എ, L1 എന്ന് പറഞ്ഞടാ, ഇത് ബി കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാടാ, എ ബി. ഓക്കെ, എ ബി. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് രണ്ടും മിക്സിംഗ് ആണ്. ഇതിലെന്താ, രണ്ട് മിക്സിംഗ് ആണ്, എ പ്ലസ് ബി ആണ്. ഇത് എ എന്ന് പറഞ്ഞ ലിക്വിഡ് ആടാ, ഇത് ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഈക്വൽ ടു രണ്ടും പാടെ ഞാൻ മിക്സ് ചെയ്ത ലിക്വിഡ് ആണ്. അതിനെ നമുക്ക് വിളിക്കാൻ സൊല്യൂഷൻ എന്ന് പറയാം, കാരണം രണ്ടെണ്ണം മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സൊല്യൂഷൻ ആണല്ലോ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ പാത്രത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുന്ന സൊല്യൂഷനേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഇതിന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിട്ട് ഈ പാത്രം തട്ടി തിരിച്ചിറങ്ങും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഒറ്റ കണ്ടന്റേ ഉള്ളൂ, ഇതിലുള്ള എന്തോ കണ്ടന്റ് അല്ലെ. ഇതിലിപ്പോ എന്താ പറയാ, മുന്തിരി ജ്യൂസ് ആണെങ്കിൽ ആ മുന്തിരി ജ്യൂസ് പോയി അടിക്കുന്നത് പറഞ്ഞ ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ. അതിനെ നമുക്ക് നോർമലി എന്താ പറയുക, പ്രഷർ പി എ, നമുക്ക് എന്ത് പറയാം, പി എ നോട്ട് എന്ന് പറയാം. അപ്പൊ നോട്ട് എന്ന് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട മക്കളെ. ഈ പി എ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുള്ളൂ അറിയോ, ആ പാത്രത്തിൽ ഒരൊറ്റ ലിക്വിഡേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വേപ്പർ പ്രഷറിനെയാണ് പി എ നോട്ട് എന്ന് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തതാണ്. ഇനി ബിയുടെ കേസിലാണെങ്കിൽ എന്ത് പറയാം, ആ പ്രഷർ എന്താണ് പി ബി എന്ന് പറയാം, നോട്ട്. കാരണം അതിൽ ബി എന്ന് പറയുന്ന ഒരൊറ്റ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് ഗെയിം ഇതാണ്, ഇത് രണ്ടും പാടെ നമ്മൾ ഒരു പാത്രത്തിൽ കൊണ്ട് മിക്സ് ചെയ്ത്, അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി എന്തുണ്ടാവും, ആ എയുടെ അല്ലെ, രണ്ടാണ് അല്ലെ, രണ്ടും മിക്സ് ചെയ്തേന്നുള്ളൂ. പക്ഷെ എ ഉണ്ടാക്കുന്ന പ്രഷറും ബി ഉണ്ടാക്കുന്ന പ്രഷറും വ്യത്യസ്തമായിരിക്കും അല്ലെ. എ ചിലപ്പോൾ കൂടുതൽ ഏതിലുണ്ടെങ്കിൽ എയുടെ പ്രഷർ കൂടും, ബി കുറവാണെങ്കിൽ ബിയുടെ പ്രഷർ കുറയും. ബി ആണ് കൂടുതലെങ്കിൽ ബിയുടെ പ്രഷർ കൂടും, എ കുറവാണെങ്കിൽ എയുടെ പ്രഷർ കുറയും. അതൊക്കെ വരാം, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ചിന്തിക്കേണ്ടത്, അങ്ങനെ വരുമ്പോ ഇവിടെ എ ഉണ്ടാക്കുന്ന പ്രഷറിനെ നമ്മൾ നോട്ട് റെപ്രസെന്റേഷൻ വേണ്ടടാ. കാരണം ഇവിടെ ഉണ്ടല്ലോ പി എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എ മാത്രമുള്ളതാ. രണ്ടും മിക്സ് ചെയ്ത സൊല്യൂഷനിലാണെങ്കിൽ നമുക്ക് സിംപ്ലി പി എ എന്ന് പറഞ്ഞാൽ മതി. ബിയുടെ കേസിൽ എന്തെന്ന് പറയാം, പി ബി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സൊല്യൂഷനിലുള്ള എയുടെ പ്രഷറിനെ നമുക്ക് എന്ത് പറയാം, പി എ എന്ന് പറയാം. ബി എന്ന് പറയുന്ന കണ്ടന്റ് എന്ത് പറയാം, പി ബി എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി റോൾട്ടിലോയിൽ നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് എങ്ങനെയാണെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ, ഡെഫിനിഷനാ പറയുന്നേ. പി എ ആണെങ്കിൽ ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. റോൾട്ട് ലോ പറയാണ്, ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈൽ ലിക്വിഡ് എന്താണെന്ന് പറഞ്ഞു തരണല്ലോ,
വേപ്പറായി വേഗം പോകുന്ന സാധനത്തിന് വോൾട്ടൈൽ ലിക്വിഡ് എന്ന് പറയാം. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോൾട്ടൈൽ ലിക്വിഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ. അതായത് PA എന്ന് പറയുന്നതാണല്ലോ സൊല്യൂഷന്റെ, വോളറ്റൈൽ സൊല്യൂഷന്റെ ലിക്വിഡിനെ പറ്റിയിട്ടാ പറയുന്നത്. നമ്മൾ അപ്പൊ എക്സാമിന് ഓർക്കേണ്ടത് എന്താണെന്നറിയോ, ആ സൊല്യൂഷനെ പറ്റിയിട്ടാ പറയുന്നത് ഓർക്കാം. ഓക്കെ, അതാണ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. രണ്ടും കമ്പൈൻ ചെയ്തതിന്റെ ഔട്ട്പുട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് പറയുമ്പോൾ നമ്മൾ PA നോട്ട് എന്നാണോ പറയാ, PA എന്നാണോ പറയാ, PA എന്നാണ് പറയാ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, മോൾ ഫ്രാക്ഷൻ ഓഫ് A ആയിരിക്കും. എന്താ വാട്ട് ഇസ് ദി മീനിങ് ഓഫ് മോൾ ഫ്രാക്ഷൻ? എന്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? അതായത് അതിന്റെ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിലുള്ള എയുടെ കണ്ടന്റ്. നന്നായി ശ്രദ്ധിച്ചോട്ടാ. അതായത് ഇതിലുള്ള എയുടെ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്യില്ലേ. എയുടെ അളവ് കൂടുകയാണെങ്കിൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് പ്രഷർ കൂടും അല്ലെ? ഇപ്പൊ ബിയുടെ അളവാണ് കൂടുതൽ, ബിക്ക് പ്രഷർ. അപ്പോ സ്വാഭാവികമായിട്ടും എയുടെ പ്രഷർ കൂടെ എ കൂടും, ബി ആണെങ്കിൽ ബി കൂടും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഡെഫിനിഷൻ എഴുതേണ്ടത്. PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു KA. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ പൊന്നു മക്കളെ നമുക്ക് എന്ത് ചെയ്യാടാ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ടു ആ PA എന്തിട്ട് കൊടുക്കുക, നോട്ട് ഇട്ട് കൊടുക്കുക. PA നോട്ട് ഇൻറ്റു എന്ത് വരുവാടാ, KA ഇൻറ്റു KA. PA നോട്ട് ഒരു സിംഗിൾ കേസിന്റെ പേരിൽ പറഞ്ഞില്ലേ നമ്മൾ, PA നോട്ട് അത് തട്ടി കൊടുക്കുക. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി. സോ അതേപോലെ തന്നെ probability of P of B directly proportional to എന്ത് വരുവാടാ, Chi എന്ത് വരുവാടാ, B വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് വരടാ, പാർഷ്യൽ പ്രഷർ ഓഫ് ബിയുടെ എന്താ ഈക്വൽ ടു എന്ത് വരടാ, PB നോട്ട് ഇൻറ്റു എന്ത് വരുവാടാ, Chi B. അപ്പൊ ഇത് എക്സാമിന് എഴുതണം. ഈ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതും പാടെ എഴുതി വെക്കണം നിങ്ങൾ. ഇത് രണ്ടും എഴുതി വെക്കണം കേട്ടോ. ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് എഴുതണം, നിർബന്ധമാണ്. ഇത്രേ എഴുതണ്ടുള്ളൂ. Rolle's law definition for a solution of volatile liquid, partial vapor pressure each liquid is directly proportional to its mole fraction. ഈ കയ്യിനെടാ മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ സപ്പോസ് നിങ്ങൾ മറന്നു, സാറേ ഞാൻ മറന്നുപോയി, എനിക്ക് ഈ ഡെഫിനിഷൻ ഒന്നും, ഞാൻ എന്താണ് വട്ടപൂജയായി. എക്സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ബ്ലാങ്ക് അടിച്ചു പോയി. അങ്ങനെ കുട്ടികൾ പറയാറില്ല, ബ്ലാങ്ക് അടിച്ചു പോയി. അങ്ങനെ ബ്ലാങ്ക് അടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോടാ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാത്രം ഓർത്തിരിക്കുക. PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു KA എന്ന് പഠിക്കുക. അതുപോലെ തന്നെ PB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പഠിക്കടാ, Chi B എന്ന് പഠിക്കുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ PA എന്തോ ആവട്ടെ. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫോർ എ അതായത് പാർഷ്യൽ വേപ്പർ എന്താടാ, ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഈ Chi എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയണടാ, മോൾ ഫ്രാക്ഷൻ എന്ന് പഠിക്കടാ. Chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. നിങ്ങൾ ആ വേർഡ് പഠിക്കുക, വേർഡ് നിർബന്ധാടാ. ഓക്കേടാ. അപ്പൊ നിങ്ങള് ഒന്ന് ഈ പറഞ്ഞതിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് അടിപൊളി ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക. അത് നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയിൽ എക്സാമുകൾ എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടുകൾ വരുന്നുണ്ടാ. ഇതിനൊക്കെ പാർട്ടുകൾ ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം. 60 മാർക്ക് ഞാൻ വാങ്ങിപ്പിച്ചാറാ നിങ്ങളെ കൊണ്ട്. 60 വാങ്ങിക്കാൻ പറ്റുമോടാ നിങ്ങളെ കൊണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്റെ സ്റ്റോറി പറഞ്ഞു. വളരെ വീക്ക് ഇൻ ഇംഗ്ലീഷ് ആണ്. കെമിസ്ട്രിയിലെ സ്കൂളിലെ ടോപ്പറാണ് ഞാൻ. ടോപ്പർ ആയത് ഒന്നുകൊണ്ടുമല്ല, എന്താണ്, സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചു, കോൺസെപ്റ്റ് കുറച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചു, സാധാരണക്കാരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു. മനസ്സിലാക്കി പഠിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കെമിസ്ട്രി ഫുൾ സ്കോർ ചെയ്യാം. മാത്സ് പോലൊന്നല്ല, മാത്സ് ഒക്കെ സ്കോർ ചെയ്യാൻ നമ്പർ അതൊക്കെ തെറ്റിപ്പോവും. കെമിസ്ട്രിക്ക് തെറ്റില്ല. നമുക്കറിയാലോ ഒരു പടക്കം, കെമിസ്ട്രിയുടെ കോൺസെപ്റ്റ് എന്താ, ഒരു പടക്കം. നമ്മളൊരു പടക്കം എന്ന് പറഞ്ഞ ഒരു സാധനം ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ പോലും നമ്മൾ ആകെ ഞെട്ടിത്തെറിയും അല്ലെ. ഒരാൾ കൊടുത്തിട്ട് ഒരു പടക്കം, കത്തിക്കാത്ത ഒരു പടക്കം ഇങ്ങനെ കാണിച്ചിട്ട് അന്റെ മുന്നിൽ കണ്ടിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടൂലേ. അപ്പൊ ഓടുന്ന എന്തുകൊണ്ടാ, അവിടെ റിയാക്ഷൻ നടക്കും എന്നുള്ള കെമിസ്ട്രിയുടെ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പൊ കെമിസ്ട്രിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, സ്കോർ ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ, എന്താണ് ടോപ്പിക് വേണ്ടത് കമന്റ് രേഖപ്പെടുത്തിക്കോ. സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും പഠിക്കണടാ. എല്ലാവരും എക്സാം സൂപ്പർ ആക്കട്ടെ. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.